അച്ചുമോളെ സത്യം പറ, നീ അവനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ പപ്പ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ അവന് എങ്ങനെ അടി വെക്കാനാ? ആ ഇപ്പഴാ ഒരു സമാധാനായ. ഞാൻ ഇത്രയും നേരം വിചാരിച്ചിരുന്ന നീയും കിച്ചുവും വഴക്കിലാണെന്ന്. അതാ ഞാനിപ്പോ നിന്നെ വിളിച്ചെ. ഇപ്പൊ സമാധാനായി കാണുമല്ലോ അല്ലേ? പപ്പ എന്നെ മതി മുത്താണ്. പെണ്ണേ. ലല്ലലല്ലലല്ലലല്ലലല്ല. ഹലോ മാഡം, എന്നെ ഓർമ്മയുണ്ടാവൂല്ലേ? എനിക്കറിയാം. ദേ, ഞാനിപ്പോ വഴക്കുണ്ടാക്കാനുള്ള മൂഡിലല്ല, അതുകൊണ്ട് താൻ പൊക്കെ അങ്ങോട്ട്. പോവാനല്ലല്ലോ ഞാൻ വന്നത്. ഡാ, എന്ത് ധൈര്യത്തിലാടാ അവളെ ദേഹത്തിന് കൈതൊട്ടത്? ദേ, നിങ്ങളൊന്ന് അടി നിർത്ത്. ഡി നോക്ക്, നിന്റെ ക്രഷല്ലേ ഇപ്പം കിസ് അടിച്ച് നിൽക്കുന്ന. ആരാടി ഇവള്? എന്റെ കണ്ണിത് പാറ്റയുടെ നടക്കുവാണല്ലോ ഇവള്. ഡി, നിനക്കറിയത്തില്ലേ നമ്മുടെ ക്ലാസ്സിലെ ശരത്തിനടിച്ച അവളെ? ഓഹോ, അപ്പോ ആള് ചില്ലറക്കാരിയല്ല. കാണിച്ചു കൊടുക്കാം. നീ കാണിച്ചു കൊടുക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഇവിടത്തെ പ്രിൻസിപ്പൾ അവളെ കൊച്ചിച്ചനാ. അതേപോലെ നമ്മുടെ കാർത്തിക് ഇല്ലേ, അവൻ ഇവളെ കസിനായിട്ട് വരും. ഓഹോ, അങ്ങനെ. അച്ചു, നീ ഓക്കെ അല്ലേടി? അച്ചു, നിന്നോടാ. നീ ഏത് സ്വപ്ന ലോകത്താ? എന്താടി വിളിച്ചേ? എന്തിനാ വിളിച്ചേ? നീ ഇപ്പൊ ഏത് സ്വപ്ന ലോകത്തിലായിരിക്കുന്നേ? അവൻ കിസ് ചെയ്ത് ആലോചിച്ചോണ്ടിരിക്കുകയാണോ നീ? എടി ദേവു, എന്റെ ഫസ്റ്റ് കിസ്സാടി പോയത്. അടി കണ്ടോണ്ടിരിക്കാനേ നമുക്കൊക്കെ പറ്റുള്ളൂ. അതിന്റെ ഇടയിൽ പോയി അടി മാറ്റാൻ നോക്കിയാ ഇതല്ല, ഇതിന്റെ അപ്പുറം സംഭവിക്കും. സത്യം പറയടാ, നീ മനഃപൂർവ്വം ചെയ്തല്ലടാ. ദേ, നീ എന്റെ കയ്യിന്ന് വാങ്ങിക്കും കേട്ടോ. ചുമ്മാ പറഞ്ഞതാ, ചുമ്മാ. ആ ഈ കോളേജ് ഫുള്ള് നീയും അവളും റിലേഷൻഷിപ്പിലാന്ന് പറഞ്ഞ റൂമർ നടക്കുക. ഇപ്പൊ എന്താ ചെയ്യാ? റൂമേഴ്സ് സ്പ്രെഡ്. എനിക്കെന്താ കുഴപ്പം? എനിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും ഇല്ല. എടാ, നിനക്കൊരു കുഴപ്പവും കാണത്തില്ല. പക്ഷെ അതുപോലെ അല്ലടാ, നിന്റെ ആ പിറകെ നടക്കണ മറ്റവളില്ലേ, ആ റോസ്, അവളാണെങ്കി നിന്റെയും അവളും കിസ് ചെയ്യുന്ന ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുക, വീഡിയോയും ഉണ്ട്. എടാ, ഇതൊക്കെ എഫക്ട് ചെയ്യുന്നത് നിനക്ക് കുഴപ്പമൊന്നും കാണത്തില്ല. പക്ഷെ അതുപോലെ അല്ലല്ലോ, അവളൊരു പെങ്കൊച്ചല്ലേ. അവളിനി ആരൊക്കെ എന്തൊക്കെ ആ വീഡിയോ കണ്ടിട്ട് കളിയാക്കും. എന്തോന്ന്? അവള് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ എടുത്തിട്ടിരിക്കുന്ന? ഈ പെണ്ണിനെ ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് എന്ന കാര്യം. എവിടെയാ അവള്? ക്ലാസ്സിലുണ്ടോ? ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. എടാ വിശ്വ, നീ എന്ത് ഭാവിച്ചിട്ടാ? എടാ നിക്കടാ അവിടെ. എടാ പോലെ നിക്ക്. എടാ നിഖിലേ, വേണ്ട, അവൻ തടയണ്ട. അവൻ പറഞ്ഞതിന് കാര്യമില്ലേ. ഈ പെണ്ണ് കുറെ ആയല്ലോ അവൻ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് അവന് പിറകെ കയറി നടക്കുന്നത്. ഇന്ന് അവൻ കാണിച്ചു കൊടുത്തോളൂ എന്താന്നുള്ളത്. അവളിത് എവിടെ കാണുന്നില്ലല്ലോ. Wow, she really, really beautiful. ഇവനെന്താ ഈ അണ്ടി പോയ അണ്ണാനെ പോലെ നോക്കിക്കൊണ്ടിരിക്കും? ഓയ്, ഇങ്ങോട്ട് വന്നു. അവിടെ നോക്കിക്കൊണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അല്ല, തനിക്ക് വിഷമമൊന്നുമില്ലേ? നമ്മൾ രണ്ടുപേരും വെച്ച് കുറെ റൂമേഴ്സ് നടക്കുന്നുണ്ട്. അപ്പോ ഞാൻ വിചാരിച്ചു താൻ ഇവിടെ വിഷമിച്ചിരിക്കുകയായിരിക്കും. ഓ പിന്നെ, ഞാൻ അവരുടെ ചെലവിലല്ല എന്റെ ജീവിക്കുന്നത്. അതേപോലെ തന്നെ ലൈഫ് ഒന്നേ ഉള്ളൂ, അത് എൻജോയ് ചെയ്ത് ജീവിക്കാന്ന എന്റെ ഒരു തിയറി. ഓഹോ, അത് എന്ത് തിയറി? ദാറ്റ് ഈസ് ആർച്ചാസ് തിയറി. ഞാൻ കണ്ട പെൺപിള്ളേരെ പോലെ അല്ലല്ലോ താൻ. അതിന് താൻ എത്ര പെൺപിള്ളേരെ കണ്ടിട്ടുണ്ട്? നോ ലൈക്ക് ദാറ്റ്. ഞാൻ മീൻ ചെയ്തത് താൻ ഡിഫറെന്റ് ടൈപ്പാ, ലൈക്ക് യുണീക്ക് വൺ. താങ്ക് യു. ഓക്കെ ബൈ, എനിക്ക് ക്ലാസ് തുടങ്ങാൻ സമയം. പിന്നെ ഒരിക്കൽ കാണാം. ഓക്കെ, കാണാം, കാണണം.
നീ പറഞ്ഞിട്ടാ ഞാൻ ഈ ലവ് സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുന്നത്. അവസാനം അവര് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ കൊങ്ങയ്ക്ക് പിടിക്കാതിരുന്നാ മതി. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ ഇപ്പോ തരാനുള്ള തന്നിട്ട് പോയേ. എടാ തെണ്ടി, അപ്പൊ ഇതാണല്ലേ നിന്റെ ടോയ്ലറ്റിൽ പോക്ക്? നിർത്തടാ. എന്നാലും പെങ്ങളെ, ഇവനെ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ പ്രണയിക്കാൻ. അത് പിന്നെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം പ്രണയിക്കേണ്ടി വന്നു. ശരി ശരി, ഞാനിത് ആരോടും പറയില്ല. പക്ഷേ തന്റെ ഗ്രൂപ്പില് ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിനെ എനിക്ക് സെറ്റാക്കി തരാം. മറ്റേ കണ്ടംപൂച്ച പോലെ ഇരിക്കുന്ന ആ കൊച്ചിനെ. ആര്? അനഘയോ? ആ യെസ് യെസ്, അനക. നല്ല ക്യൂട്ടല്ലേ അവളെ കാണാൻ? ക്യൂട്ടാ ക്യൂട്ടാ. ചെന്ന് കേറി കൊടുത്താ മതി. കഴിഞ്ഞ സെമസ്റ്ററിൽ തന്നെ ഒരു ചേട്ടൻ ഇവിടെ പ്രപ്പോസ് ചെയ്ത് വന്ന് ബാക്കിൽ കൂടെ നടന്ന് ശല്യായെന്ന് അറിഞ്ഞപ്പോ തന്നെ ഇവള് എന്താ ചെയ്തതെന്ന് അറിയാമോ? ആ ചേട്ടന്റെ കൈയും കാലും അടിച്ചൊടിച്ചിരിക്കുന്നു. അവളെ തന്നെ വേണമല്ലേ? ഒരു കൈയും കാലും അല്ലേ? നോ പ്രോബ്ലം. അനങ്ങെങ്കിൽ അനക, ഞാൻ സെറ്റാക്കി തടാം. നിന്റെ അളിയനായി ഞാൻ സെറ്റാക്കി തരാം. കൈയും കാലും വേണ്ടെങ്കിൽ ശരിയായി കൊടുത്തോ, എനിക്കും പ്രശ്നമില്ല. അച്ചു, ഒരു 5 മിനിറ്റ് മതി. എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേക്ക് പ്ലീസ്. അച്ചു, ഞാൻ നിന്റെ കാല് പിടിക്കും. കിച്ചു, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കല്ല, പോയേ. കിച്ചു, കാല് പിടിക്കല്ലേ കിച്ചു, എനിക്ക് എല്ലാരും നോക്കുന്നു. കിച്ചു, എനിക്ക് ഓക്കേ ഫൈൻ. സോറി അച്ചു, ഞാൻ നിന്നെ കുറെ തെറ്റിദ്ധരിച്ചു. അവളെ പേരില് ഞാൻ നിന്നെ കുറെ ചീത്ത പറഞ്ഞു. നിന്നെ എന്റെ മുന്നിൽ കാണരുതെന്ന് പറഞ്ഞു. ഐ എം റിയലി സോറി ഫോർ എവറിത്തിങ്. ഓക്കെ വാ ബ്രദർ, പോവാം. ഓക്കെ സിസ്റ്റർ, പോകാം. എടി ദേവു, ലവിനെ പറ്റി നിനക്ക് എന്താ അഭിപ്രായം? ഞാനൊരാളെ സ്നേഹിച്ച എങ്ങനെ ഇരിക്കും? നല്ല അഭിപ്രായല്ലേ? എനിക്ക് ഈ ഒരു ടൈമില് സിംഗിൾ ആവാതെ മിംഗിൾ ആവുന്നതാണ് നല്ലത്. എന്റെ ഒരു അഭിപ്രായത്തില് ഒരു നല്ലൊരു ചെറുക്കൻ എന്റെ മൈൻഡിൽ തന്നെ ഉണ്ട്. പിന്നെ നീ എങ്ങനെ വിചാരിക്കുമെന്ന് അറിയത്തില്ല. എന്റെ മനസ്സില് ഒരാളുണ്ട്. ആരാന്ന് പറഞ്ഞാ നീ നെട്ടും. ആരാന്നറിയോടി? നമ്മുടെ കാർത്തികേട്ടന്റെ ഒരു ഗ്രൂപ്പില് ഒരുത്തനുണ്ടല്ലോ, ഒരു പൊക്കം കുറഞ്ഞ്. അവനെ തന്നെ. ഭയങ്കര ലുക്കല്ലേ? എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിന്നോടുകൂടെ ചോദിച്ചിട്ട് പറയാനാ വിചാരിച്ച. പേടിവള്ളി കാലി ചുറ്റി. നല്ല അഭിപ്രായടി. ഞാനും മനസ്സില് ഈ ചേട്ടനെ പറഞ്ഞിരുന്നു, നീയായിട്ട് നല്ല സൂട്ടാന്നുണ്ടല്ലേ ആള്. ഞാൻ എത്ര ദിവസമായിട്ട് നിന്റെ പിന്നെ നടക്കുന്നു. എനിക്കെന്താ ഒരു ആൻസർ പറഞ്ഞാല് എസ് ഓർ നോ? അത് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് ഐ ആം റിയലി സോറി. സോറി. I love you. ഓദറെ, ഇത് മറ്റേടത്തെ പരിപാടിയാണ്. നമ്മളെയും കൂടെ ഒന്ന് സെറ്റാക്കി താ. അതെ അതെ, ഞാനും അതിൽ യോജിക്കുന്നുണ്ട്. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. അടുത്ത എപ്പിസോഡിൽ ഒന്നാക്കാൻ പറ്റുമോ നോക്കട്ടെ. അതേപോലെ ഗൈസ്, നിങ്ങളോടാണ് എനിക്കിനി സംസാരിക്കാനുള്ളത്. വേറെ ഒന്നുമല്ല, നിങ്ങൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, അതിന് റിപ്ലൈസും കൊടുത്തിട്ടുണ്ട്. ഇനി കാണുന്നവർ കമൻറ്റ് കൂടെ ഒന്ന് ചെയ്യണേ പ്ലീസ്.